ഹലോ ഫ്രണ്ട്സ്, അഭിമേഫി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സീഷു ബേബിയുടെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉപ്പാനെ അപ്പോൾ കേക്ക് വാങ്ങിക്കണ ആ പ്ലേസിലേക്ക് പോകണം. നമ്മളെ പാലപ്പെട്ടിയൊക്കെ കഴിഞ്ഞ് വേണം പോകാൻ. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, മുന്നേ ഞാൻ അൽമാസിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ആൾ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും. പാത്തൂസ് കേക്ക് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടാം. നല്ല അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ അത് ആളിതാ കേക്കേറ്റ് വരികയാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത ആൾ പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ഞാനും ഉപ്പയും കൂടിയിട്ട് വീട്ടിലേക്ക് പോവേണ്ട. പിന്നെ ചെറിയൊരു സർപ്രൈസും കൂടെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, സീഷു ബേബി ആറ ബേബി ഇവിടെ ഇല്ല, നമ്മൾ താത്താടെ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന പാട് വേഗം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കേക്ക്, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ വേഗം വെച്ച് കേക്ക്, അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നൊക്കെ കേക്ക് എടുത്ത് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, നമ്മൾ യൂണിഫോം ഇട്ടാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞ് എന്നാൽ താത്താടെ വീട്ടിൽ എന്നെ ആക്കി തന്നാളെ വേണ്ട, ഉപ്പ അങ്ങനെ അങ്ങോട്ട് ആക്കണം. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച, നമ്മൾ മല സീസൺ ആണല്ലോ, അപ്പോൾ കുറേ പേര് മലക്ക് പോകുന്ന ആൾക്കാരെ കണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മാറഞ്ചേരി താമരശ്ശേരിയിലാണ് താത്താടെ വീട് വരുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ പോകുമ്പോൾ തന്നെ സീഷു ബേബി പുറത്തുണ്ട്, നല്ല കളിയിലാണ്, മൂപ്പര് ഷട്ടിലൊക്കെ കളിക്കുകയാണ്. അപ്പോൾ താത്താടെ നാത്തൂൻ്റെ മക്കളും എല്ലാവരും ഉണ്ട്, അവിടെ അബാനും അയാനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഷട്ടിൽ കളിക്കുകയാണ്. അപ്പോൾ എന്താണെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു സീഷുവിനോട്, കേക്കൊക്കെ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിമോൾ ഇത് അവിടെ വെക്കുന്നുണ്ട്. ഇനിമോളോട് ഞാൻ ഫ്രിഡ്ജ് തുറക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവളവിടെ നീങ്ങുന്നു. അങ്ങനെ ഞാൻ തന്നെ ഫ്രിഡ്ജിൽ കേക്കൊക്കെ വെച്ച് അങ്ങനെ റുബാത്ത എല്ലാവരും ഉണ്ട് ഇവിടെ കേട്ടോ. അങ്ങനെ നമ്മൾ വൈകിട്ട് കേക്ക് കട്ട് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ സീഷു ബേബിയുടെ അബ്ബച്ചി സർപ്രൈസ് കൊടുത്താണ്. നല്ല അടിപൊളി ഷൂസും ഡ്രസ്സൊക്കെ, പിന്നെ വാച്ച് ഉപ്പയും അമ്മയും കൂടെ വാങ്ങിച്ചു കൊടുത്തുള്ളതാണ് കേട്ടോ സീഷു ബേബിക്ക്. പിന്നെ ചെറിയൊരു സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സീഷു ബേബിയുടെ അബ്ബച്ചി ഇവിടെ നാട്ടിലില്ല, ആൾ ബിസിനസ് ടൂറായിട്ട് നോർത്ത് ഇന്ത്യ സൈഡിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളുണ്ടായിരുന്നില്ല, അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അറിയിക്കാതെ തന്നെ മൂപ്പര് നല്ല ഹാപ്പി ആക്കി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, അപ്പോഴത്തേക്ക് ഉമ്മപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ വന്നപ്പോൾ യാറ ബേബിക്കും ഡ്രസ്സ് മാറ്റുന്നതാണ്. യാറ ബേബിക്കും കൂട്ടത്തിൽ കൂടെ ഒരു ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാവുകയെ. കാരണം സീഷു മോനക്ക് മാത്രമായിട്ട് ഡ്രസ്സ് വാങ്ങിച്ചാൽ ഇവിടെ ആകെ സീനാവും. അങ്ങനെ യാറാക്കും പുതിയ ഡ്രസ്സ് ഇട്ട്, അപ്പോൾ അവളതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അബ്ബച്ചി വീഡിയോ കോളിലൊക്കെ ഉണ്ട്, അപ്പോൾ അബ്ബച്ചിക്കും ഇങ്ങനെ കാണിച്ചെടുക്കേണ്ടി, പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കേക്ക് ഇതൊക്കെ കട്ട് ചെയ്യാൻ വെച്ചിട്ട് ഞാനിങ്ങനെ പുറത്ത് കൊടുത്തു വെച്ചാൽ പിള്ളേർ സെക്ഷൻ എല്ലാവരും. പക്ഷേ സീഷു ബേബിക്ക് എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടിയും കൂടുതൽ നല്ല ഹാപ്പി ആയിട്ട് കുട്ടികളെ കൂടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ. സാധാരണ നമ്മളെ വീട്ടിലറിയാലോ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ, വേറെ കുട്ടികളാരും ഇല്ല. അപ്പോൾ അങ്ങനെ താത്താടെ മക്കളൊക്കെ വന്ന് അവർ മിക്കവാറും ഗൾഫിലാണല്ലോ ഉണ്ടാവാറ്, അവരിപ്പോഴല്ലേ നാട്ടിൽ സെറ്റിലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ അവിടുന്ന് ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു സീഷു ബേബിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അവളെ സീഷുവിൻ്റെ മൂത്തമ്മ, അതായത് എൻ്റെ താത്ത, അവനക്ക് സർപ്രൈസായിട്ട് ഉച്ചക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സീഷു ബേബിയുടെ 7th ബർത്ത്ഡേ, എത്ര പെട്ടെന്നല്ലേ പിള്ളേർ വലുതാവണത്. അങ്ങനെ സീഷു ബേബിയുടെ ഇഷ്ടപ്പെട്ട നെറൂട്ടോ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഇതാണ് നെറൂട്ടോ, കക്കാഷി എന്നൊക്കെ ഉള്ളത്. ഞാൻ തന്നെ സത്യത്തിൽ ഈ പേരുകൾ ആദ്യമായിട്ട് കേൾക്കണം. അപ്പോൾ അതിൻ്റെ തീമിലാണ് അവനക്ക് കേക്ക് വേണ്ടിയുണ്ട്. അതേ അടിപൊളി തീമിൽ അതേ ഒരു വൈബിൽ തന്നെയാണ് നമ്മളെ കേക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ സീഷു ബേബിയുടെ ബർത്ത്ഡേ കേക്ക് ഇവിടെ കട്ട് ചെയ്യണം. നല്ല ഹാപ്പിയിലാണ് മൂപ്പരിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ബർത്ത്ഡേ പരിപാടി ഇവിടെ ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ, അളിയനും എല്ലാവരും ഉണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യണം മൂപ്പര്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് സീഷു ബേബി. അങ്ങനെ സീഷു ബേബി കേക്കൊക്കെ കട്ട് ചെയ്ത് ബാന് ഫസ്റ്റ് തന്നെ അവനക്ക് എടുത്തൊരു കഷ്ണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സീഷു ബേബി എല്ലാവർക്കും പരസ്പരം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ്. എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു മൂപ്പര്. കാരണം എല്ലാവരും കൂടെ, കുട്ടികൾക്ക് പറയുമ്പോൾ കുട്ടികൾ കുറേ പേരുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും രസം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ. സാധാരണ സീഷു, യാറ, ഞാൻ, ഇക്ക, ഉപ്പ, ഉമ്മ മാത്രമാണ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുള്ളൂ. നമ്മളൊരു അറിയാലോ, ഒരു കുടുംബമാണ്, നമ്മൾ ചെറിയൊരു ഫാമിലിയാണ്. പക്ഷെ എല്ലാവരും കൂടി ആയപ്പോൾ അതിനൊരു ഹാപ്പിനെസ് വേറെ തന്നെ ഇരുന്നിട്ടാണ്. അങ്ങനെ എല്ലാവരും കൂടെ കേക്കൊക്കെ പരസ്പരം കൊടുക്കുകയൊക്കെ ചെയ്യണം. ഞാൻ സീഷു നല്ല ഹാപ്പിയിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. ഞാൻ എന്തായാലും പാത്തൂസ് കേക്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇൻസ്റ്റയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് അവരെ പേജ് എടുത്ത് നോക്കി നോക്കുക. നല്ല അടിപൊളി കേക്കുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ഹോം ബേക്കിന് നല്ല അടിപൊളി കേക്കുകൾ തന്നെയാണ്. അങ്ങനെ സീഷു ബേബിക്ക് ഞാനും കൊടുക്കുന്നുണ്ട്. ഞാനാണ് ഇത്ര നേരം വീഡിയോ എടുത്തിരുന്നത്. അങ്ങനെ ഞാനും സീഷുവിന് ഒരു കഷ്ണം എടുത്തിട്ട് കൊടുക്കുകയാണ്. നല്ല ഹാപ്പി ഉണ്ടായിരുന്നല്ലോ. അബ്ബച്ചില്ലാത്തൊരു സങ്കടം അവനക്ക് ഉണ്ട് എന്തായാലും. പിന്നെ കുഴപ്പമില്ല, എന്ത് ചെയ്യാനാണ്, എപ്പോഴും അവരെ കിട്ടണമെന്നില്ലല്ലോ വർക്ക് ചെയ്യണ ആൾക്കാരെ.
അങ്ങനെ അമ്പച്ചിക്ക് വീഡിയോ കോൾ ചെയ്യും ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് അയക്കലൊക്കെ കഴിഞ്ഞ് മൂപ്പര് ഇത് കഴിഞ്ഞപ്പെട്ടാ നല്ല ഹാപ്പിയായി. അങ്ങനെ സീഷു ബേബിനോട് നമ്മൾ എന്താണ് ബർത്ത്ഡേയുടെ അഭിപ്രായം ചോദിക്കുകയാണ് കേട്ടോ. ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്താ കയ്യിലുള്ള നോക്കട്ടെ. എന്താപ്പോ നല്ലപോലെ പിടിക്കുക ക്യാമറയിൽ കാക്ക്. ആരാണ് ആള്? നെറൂട്ടോ. അപ്പൊ നെറൂട്ടോന്റെ കേക്കായിരുന്നു സീഷുവിന് ഇഷ്ടായ? നല്ല പോലെ പറയടോ. അപ്പോൾ നമ്മുടെ സീഷു ബേബിയുടെ ബർത്ത്ഡേ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് കാണുന്നവരേക്കും ബൈ.